മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്യൻ്റിലെ സ്റ്റാഫ് റൂമാണ്. എല്ലാ എക്സാം കഴിഞ്ഞ് മോഡൽ എക്സാം കഴിഞ്ഞ് നേരെ സ്റ്റാഫ് റൂമിൽ പോകും. അവിടെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് കാണും, കുറേ ഡൗട്ട് കാണും. അതെല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്ത് ഇപ്പോൾ ഉച്ചയ്ക്കാണ് എക്സാമെങ്കിൽ വൈകിട്ട് കഴിയും. ഞാൻ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരുന്നു. ഞാൻ ആരെയും വെച്ച് കമ്പയർ ചെയ്തില്ലായിരുന്നു എൻ്റെ റാങ്ക്. എന്നെക്കാട്ടും ഒത്തിരി റാങ്കുള്ള ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ബാച്ചിൽ. ഞാൻ അങ്ങനെയൊന്നും കമ്പയർ ചെയ്തേ ഇല്ല. ഞാൻ എന്തോ ചെയ്ത് എങ്ങനെ ഞാൻ പഠിച്ചോ അങ്ങനെ തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ബ്രില്യൻ്റ് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, അതെല്ലാം ചെയ്ത എല്ലാ എക്സാം അറ്റൻഡ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ. ഈ എക്സാം സമയത്ത് ഫുൾ ടൈം പഠിത്തം വേണമെന്നുള്ളൊരു ഒപ്പീനിയൻ ഉള്ള ഒരാളല്ല ഞാൻ. എന്നുവെച്ചാൽ നമ്മൾ എല്ലാം ഒരു ബാലൻസിൽ കീപ്പ് ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ചിലപ്പോൾ നമുക്ക് ഡബിൾ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണും ഒരു ഓൾട്ടർനേറ്റീവായിട്ട്. അതാ ഞാൻ ആദ്യം പറഞ്ഞു, എൻ്റെ മെയിൻ കാര്യം കുറച്ച് നേരം കൂട്ടുകാരോടെ ഒന്ന് മിണ്ടുക, അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്ത് മിണ്ടുക. ലക്ഷ്യം മെഡിക്കൽ കോളേജിൽ MBBS സീറ്റാണോ? എങ്കിൽ ഈ വീഡിയോ നീറ്റിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ്. 2025 അഡ്മിഷൻസിൽ ഫസ്റ്റ് ഇയറിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 175 സീറ്റുകളിൽ 150ഓളം MBBS സീറ്റുകൾ നേടിയ ബ്രില്യൻ്റിലെ വിദ്യാർത്ഥികളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. കഴിഞ്ഞ വർഷം നീറ്റ് എഴുതാൻ ബ്രില്യൻ്റിലൂടെ പരിശീലനം നേടിയ ഇവർക്കും ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എക്സാം എങ്ങനെയാവും, എന്താകും എന്നെല്ലാം ഓർത്ത്. എന്നാൽ ഇന്നവർ പറയുന്നു, ബ്രില്യൻ്റിലെ മോഡൽ എക്സാമിൽ മാർക്കുകൾ കുറയുന്നത് തോൽവിയല്ല, തിരുത്താനുള്ള അവസരമാണ്. അവസാന നിമിഷത്തെ പഠനതന്ത്രങ്ങളും മാനസികമായ തയ്യാറെടുപ്പുകളും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് കേൾക്കാം. ഹായ് എവരിവൺ, യെസ്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചുണക്കുട്ടന്മാർ, ഒരു കുഞ്ഞു ചുണക്കുട്ടിയുണ്ട് കൂടെ. യെസ്, അപ്പോൾ കഴിഞ്ഞ വർഷം ഈ സമയം ഇവിടെ ഇങ്ങനെ വരാൻ പറ്റുമോ എന്ന് ഡൗട്ടൊക്കെ അടിച്ച് കുറച്ച് ടെൻഷനൊക്കെ അടിച്ചിരുന്ന കുട്ടികളാണ്. പക്ഷെ ഇപ്പം അവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം അവരുടെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്തതിൻ്റെ ആ ഒരു സന്തോഷം അവരുടെ മുഖത്തുണ്ടല്ലേ. യെസ്, അപ്പം നമുക്ക് ഇവരുടെ വിശേഷങ്ങളൊക്കെ അറിയാം. ആദ്യം തന്നെ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. അപ്പം മക്കളെ, എന്നാ പറയുന്നു, അടിപൊളിയാണോ? യെസ്. അപ്പം നമുക്ക് നിങ്ങളുടെ ജസ്റ്റ് നിങ്ങളുടെ പേരും നിങ്ങൾ എവിടെയായിരുന്നു പഠിച്ചതെന്നും then ഇവിടെ ഏത് ബാച്ചിലായിരുന്നു ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാവോ? ഹായ്, എൻ്റെ പേര് ദേവനന്ദ. ഞാൻ Q44 ബാച്ചിലായിരുന്നു പഠിച്ചത്. പിന്നെ ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നത്. എൻ്റെ പേര് സൂരജ്, ഞാൻ പാലാ സെൻറ്ററിലായിരുന്നു Q38 ബാച്ച്. ഹലോ ഹായ്, എൻ്റെ പേര് ബിൻഡോ. ഞാൻ P18 ബാച്ച് A ബ്ലോക്കിലെ സ്റ്റുഡൻ്റാണ്. എൻ്റെ പേര് ശ്രീവിനായക്. ഞാൻ കൊല്ലത്ത് SM പബ്ലിക് സ്കൂളിൽ റെസിഡൻഷ്യൽ പഠിച്ചു. എൻ്റെ പേര് ഘനശ്യാം. ഞാൻ കണ്ണൂർ നിന്നാണ് വരുന്നത്. ഞാൻ പാലാ Q1 ബാച്ചായിരുന്നു പഠിച്ചത്. ഓക്കെ, അപ്പം കഴിഞ്ഞ വർഷം ഈ സമയം കയ്യിൽ പുസ്തകമൊക്കെ ആയിട്ട് കോറിഡോറിലൂടെ നടന്നവരായിരിക്കും നിങ്ങൾ അല്ലേ? യെസ്. അപ്പോൾ ഇപ്പം നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ എന്തോ കാർണിവലൊക്കെ നടക്കുന്നതിൻ്റെ ആ ഒരു വൈബിലാണ് അവർ നിൽക്കുന്നത്. കണ്ടിട്ട് അത്ര സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫീലിങ്സ് ഒന്ന് ഷെയർ ചെയ്യുമോ ആരെങ്കിലും? കഴിഞ്ഞ കൊല്ലം നീറ്റിന് പഠിക്കുമ്പം കുറച്ച് നല്ല സ്ട്രെസ്ഡ് ആയിട്ട് തന്നെയായിരുന്നു പഠിച്ചത്. പക്ഷേ ഇപ്പോൾ നല്ല ഫ്രീ ആയിട്ടാണ് ഇതാകുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് കളിക്കലുണ്ട്, പഠിക്കുന്നത് അതിൻ്റെ പാരലായിട്ട് പോകുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ലതായിട്ട് തന്നെ പോകുന്നു. അപ്പോൾ നമുക്കറിയാം ഇപ്പം നമ്മുടെ അവിടെ മോഡൽ എക്സാംസ് ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പം നമ്മുടെ മക്കളാണെന്നുണ്ടെങ്കിലും അവിടെ മിസ്സേ നിങ്ങൾ പോകുമ്പോഴത്തേക്കിനും എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, അവരോട് ഇതിലൊരു സക്സസ് മന്ത്രമൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞാണ് വിട്ടിരിക്കുന്നത്. അപ്പം ഇപ്പം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കളോട് എന്തെങ്കിലും ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാനുണ്ടോ? ഞാൻ പറയുകയാണെങ്കിൽ ബേസിക്സ് ഫസ്റ്റ് NCERT പഠിക്കുക. നമ്മൾ നീറ്റ് പഠിക്കുമ്പോൾ ആദ്യം ബേസിക്സ് പഠിച്ചിട്ട് മതി, അഡ്വാൻസ് അല്ല. ഞങ്ങളുടെ നീറ്റായപ്പോൾ നല്ല കട്ടിയുള്ള ക്വസ്റ്റ്യൻ വന്നെങ്കിലും പോലും ബേസിക്സ് വെച്ച് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം NCERT പഠിക്കുക, എന്നിട്ട് വേറെ നോക്കുക. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ബ്രില്യൻ്റ് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, അതെല്ലാം ചെയ്ത എല്ലാ എക്സാം അറ്റൻഡ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ എനിക്ക് തരാൻ പറ്റുന്നൊരു കീ പോയിന്റ്. ഓക്കെ, അപ്പം നമ്മുടെ ബ്രില്യൻറ്റിലെ മിസ് ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടോ? ഇവിടെ വന്നിട്ട് അയ്യോ അതെനിക്ക് മിസ് ചെയ്യുന്നല്ലോ, നിങ്ങളുടെ വേണമെങ്കിൽ മെൻറ്റേഴ്സ് ആവാം, കോർഡിനേറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആവാം, അങ്ങനെ മിസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്യൻ്റിലെ സ്റ്റാഫ് റൂമാണ്. എല്ലാ എക്സാം കഴിഞ്ഞ് മോഡൽ എക്സാം കഴിഞ്ഞ് നേരെ സ്റ്റാഫ് റൂമിൽ പോകും. അവിടെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് കാണും, കുറേ ഡൗട്ട് കാണും. അതെല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്ത് ഇപ്പോൾ ഉച്ചയ്ക്കാണ് എക്സാമെങ്കിൽ വൈകിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് ഒരു 7:30
ആ ഒരു ടൈം അത്ര വരെ നമ്മൾ അവിടെ നിന്ന് മൊത്തം ക്ലിയർ ചെയ്ത് ഡൗട്ടൊക്കെ അതൊരു നല്ലൊരു എൻജോയ് ചെയ്ത മൊമെൻ്റ് ആയിരുന്നു. അതിപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു ഒരു നല്ല മെമ്മറീസാണ്. പിന്നെ പഠിക്കേണ്ട കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഫിസിക്സിൽ കൂടുതൽ ഇങ്ങനെ ഇക്വേഷൻ കാണാതെ പഠിക്കുക ഞാൻ ചെയ്ത് അതെനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ കൂടുതലും കൺസെപ്റ്റ് അറിയാമെങ്കിൽ എല്ലാ ചോദ്യവും ചെയ്യാൻ പറ്റും, ഏകദേശം എല്ലാ ക്വസ്റ്റിനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ബയോളജി NCERT പഠിക്കുക, അധികം ഔട്ട് പോകണ്ട. കഴിഞ്ഞ നീറ്റ് അതൊന്നും നോക്കണ്ട, ഇത്തവണ നല്ല എളുപ്പമായിരിക്കും, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പം ആസ് എ സീനിയർ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം നമ്മുടെ നീറ്റ് ആസ്പിറൻസിനെയാണ് ഞാൻ സീനിയർ ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. അവരോട് എന്താ പറയാനുള്ളത്? ഹാർഡ് വർക്ക് ചെയ്യണം. എക്സാമിൻ്റെ സമയത്ത് ടെൻഷനൊക്കെ കാണും. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന സംഭവം തന്നെയാണ് ഇത്, ടെൻഷൻ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ആ ടെൻഷൻ നമ്മുടെ വർക്കിനെ അഫക്റ്റ് ചെയ്യാതെ നോക്കണം, അത് മെയിനാണ്. ഇപ്പോൾ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി നല്ല ടെൻഷനൊക്കെ അടിക്കുമ്പോൾ ഞാൻ ഫോണൊക്കെ വാങ്ങി വീട്ടിൽ വിളിക്കുമായിരുന്നു. എനിക്കതായിരുന്നു എൻ്റെ ഒരു ടെൻഷൻ മാറാനുള്ള ഒരു ഓപ്ഷൻ. പിന്നെ ഈ എക്സാം സമയത്ത് ഫുൾ ടൈം പഠിത്തം വേണമെന്നുള്ളൊരു ഒപ്പീനിയനുള്ള ഒരാളല്ല ഞാൻ ഈ ഒരു കാര്യത്തിൽ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് നമുക്കൊരു അടുപ്പിച്ച് 2-3 റൂമൊക്കെ കാണുമല്ലോ. നമ്മൾ ഈ രാത്രി വന്നിരുന്നിട്ട് നമ്മൾ പഠിത്ത ഡിസ്കഷൻ തന്നെയായിരിക്കും. പക്ഷേ ആ ഒരു ഡിസ്കഷൻ്റെ സമയത്ത് നമ്മൾ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ വരാം, അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പല സെറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കിട്ടും, അല്ലെങ്കിൽ ബയോളജിയിൽ ഇന്ന വാക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതും ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാതെ കുറച്ചൊക്കെ സംസാരിക്കുക. എന്തായാലും എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ തോന്നത്തില്ല, പഠിക്കാൻ മാത്രമേ തോന്നത്തുള്ളൂ. മാർക്ക് അങ്ങനെയായിരിക്കും, റാങ്ക് മാറും, ചിലപ്പോൾ നല്ല റാങ്ക് ആയിരിക്കും, ചിലപ്പോൾ അത്രയ്ക്ക് നല്ല റാങ്ക് വരത്തില്ല. പക്ഷേ അതൊക്കെ ഒരു പാർട്ടാണ്. നമുക്ക് ഒരു കൺസിസ്റ്റൻസി എന്നുള്ളത് മാത്രമാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാൻ നോക്കുക, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. നമ്മുടെ റിപ്പോർട്ട് കാർഡൊക്കെ കാണുമ്പോഴേ ചിലപ്പം നമ്മുടെ പിള്ളേർ പറയുന്നത് കാണുന്നതാണ്, ചിലപ്പോൾ ഗ്രാഫ് ഇങ്ങനെ താഴേക്ക് പോകാം, ചിലപ്പോൾ പെട്ടെന്ന് കുത്തനെ പോകും, ഒരു ECG പോലെയാണ് പോകുന്നതെന്നൊക്കെ പറയുന്നത് കേൾക്കാം. അത് ഓക്കെ ആണോ എന്നൊക്കെയാണ് നമ്മളോട് ചോദിക്കുക. കൺസിസ്റ്റൻസി ഉള്ളിടത്തോളം ഒരു കാര്യം പേടിക്കേണ്ട. മാർക്കിന് വേരിയേഷൻ വരും, റാങ്കിനും വേരിയേഷൻ വരും, അത് പൊതുവായിട്ടുള്ള സത്യം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് നല്ല റാങ്ക് കിട്ടിയ സമയമുണ്ട്, അന്ന് ഞാൻ നല്ല സന്തോഷിച്ചിട്ടുണ്ട്. അതേ കണക്ക് തന്നെ അത്രയ്ക്ക് നല്ല റാങ്ക് കിട്ടാത്ത സമയം വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു കാര്യം, എക്സാം തീർന്നു, റിസൾട്ട് വന്നു, ഇനി അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു ഉപയോഗം കാണത്തില്ല. അത് ഒരിക്കലും ചെയ്യാനും പാടില്ല. നമ്മൾ അടുത്ത എക്സാം നോക്കണം. കൂളാവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പറ്റത്തില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണും ഒരു ഓൾട്ടർനേറ്റീവായിട്ട്. അതാ ഞാൻ ആദ്യം പറഞ്ഞു, എൻ്റെ മെയിൻ കാര്യം കുറച്ച് നേരം കൂട്ടുകാരുടെ ഒന്ന് മിണ്ടുക, അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്ത് മിണ്ടുക, പാർട്ടായിട്ടുള്ള സംഭവം. ഇപ്പോൾ ജോർജ് സാറൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, ഈ 500 ആൾക്കാർ മാർക്ക് വരും, 400 മാർക്ക് വരും. അത് പൊതുവായിട്ടുള്ള സത്യമാണ്. എൻ്റെ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞേ വിശ്വസിക്കത്തില്ല, എൻ്റെ ക്ലാസ്സിലൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളാണ്, നമ്മൾ കരുതിയിട്ടില്ല. അയാൾ കൺസിസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് എപ്പോഴും ഉറപ്പുള്ളവരാണ്. അവസാനം റിസൾട്ട് വന്നപ്പോൾ ആ കൺസിസ്റ്റൻസി അവിടെ ജയിച്ചത്. ആൾക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. ഞാനൊക്കെ ഓൾറെഡി ഒരു റേഞ്ചിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ആ കൺസിസ്റ്റൻസി എന്നായാലും ഉപയോഗം വരും. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം, അതിലാ കാര്യം. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ജേർണിയിൽ എന്താണെങ്കിലും സ്ട്രെസ്സും ടെൻഷനൊക്കെ വന്നിട്ടുണ്ടാവണം അല്ലേ? നമ്മൾ മനുഷ്യന്മാരാകുമ്പോൾ ഉറപ്പായിട്ടത് ഉണ്ടാവും. ആ ഒരു ടൈമിൽ എങ്ങനെയാണ് ആ സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്തേ? എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒന്നെങ്കിൽ പാട്ട് കേൾക്കാറുണ്ട്, ഇടയ്ക്ക് പാട്ടൊക്കെ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. പിന്നെ ഞാൻ ഡാൻസൊക്കെ പഠിച്ചുള്ളതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് ഡാൻസൊക്കെ കളിക്കും. ഇപ്പം ഇത്രയും ഇപ്പോൾ ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കുവാണെങ്കിൽ ഭയങ്കര മടുപ്പ് തോന്നുമല്ലോ. അപ്പം ഒന്നെങ്കിൽ ഒരു 45 മിനിറ്റ്സോ ഒരു 30 മിനിറ്റ്സോ എന്തെങ്കിലും ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ സ്ട്രെസ്സൊക്കെ മാറ്റും. പിന്നെ ഒരു ടൈം പോകുന്നത് പോലെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്നുവെച്ചാൽ നമ്മൾ എല്ലാം ഒരു ബാലൻസിൽ കീപ്പ് ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ചിലപ്പോൾ നമുക്ക് ഡബിൾ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എനിക്ക് 5 മാസത്തോളായി തോന്നുന്നു, സെപ്റ്റംബർ ക്ലാസ് തുടങ്ങിയതല്ലേ? അതെ, സെപ്റ്റംബർ. അപ്പം ഇവിടെ വന്നിട്ട് ഈ ഒരു 5 മാസത്തിൽ ഈ 5 മാസത്തെ എക്സ്പീരിയൻസിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആണ്, സത്യം പറഞ്ഞാൽ ഭയങ്കര റിലാക്സിങ് ആണ് ഇവിടെ. അതിപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമുക്കത് ഫീൽ ചെയ്തു. ഇവിടെ ഇപ്പോഴും സ്റ്റിൽ പുറത്ത് നമ്മുടെ കുട്ടികളൊക്കെ ഓരോ സ്പോർട്സിൽ എൻഗേജ്ഡ് ആണ്. ഇവിടെ ഓരോ ആഴ്ച ഓരോരോ പരിപാടികളൊക്കെയാണെന്നൊക്കെയാണ് ഇവർ. ആലപ്പുഴ ഇവിടെ ഭയങ്കര സ്പോർട്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.
പിന്നെ കോളേജും ഹോസ്പിറ്റലും ഇച്ചിരി ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഒരു ഹസിൽ ബസ്സിലൊന്നും ഇവിടെ ഇല്ല. അതെ, ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഒരു ഫീൽ തന്നെ ഫീൽ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കൊരു വൈൻഡപ്പ് പോലെ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു സക്സസ് മന്ത്ര ഒന്ന് പറയാമോ? ആരാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ബേസിക്കലി ഞാൻ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിരുന്നു. എനിക്ക് ഇവൻ പറഞ്ഞ പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ റാങ്ക് ഒന്നും അധികം കിട്ടാത്ത ഒരാളാണ്. എപ്പോഴും ഒരു A+, സ്റ്റാർ അല്ലെങ്കിൽ ഒരു ആ ഒരു റേഞ്ചിലിരുന്ന ആളാണ് ഞാൻ. പിന്നെ ഞാൻ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരുന്നു. ഞാൻ ആരെയും വെച്ച് കമ്പയർ ചെയ്തില്ലായിരുന്നു എൻ്റെ റാങ്ക്. എന്നെക്കാട്ടും ഒത്തിരി റാങ്കുള്ള ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ബാച്ചിൽ. ഞാൻ അങ്ങനെയൊന്നും കമ്പയർ ചെയ്തേ ഇല്ല. ഞാൻ എന്തോ ചെയ്ത് എങ്ങനെ ഞാൻ പഠിച്ചോ അങ്ങനെ തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ലാസ്റ്റ് ആയപ്പം എത്തി. എനിക്ക് എത്തേണ്ട സ്ഥലത്ത് ഞാൻ എത്തി. അതാണ് ഇവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. ഇപ്പം സ്ട്രെസ് വരിക, ടെൻഷൻ വരിക, അത് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് ഓർത്തിട്ട് നമ്മളിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അല്ലേ? എനിക്ക് മാത്രമേ സ്ട്രെസ് ഉള്ളൂ അങ്ങനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുപോലെ കൺസിസ്റ്റൻസി, ഇവർ പലരും പറഞ്ഞൊരു വാക്കാണത്, കൺസിസ്റ്റൻസി, അത് കീപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനിയുള്ള ഇവിടെ നിങ്ങളുടെ ലൈഫ് അടിപൊളിയാവട്ടെ, നിങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ മേളിൽ നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.